സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളെ പറ്റിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. സ്വലാത്ത് ചൊല്ലുന്നതിനാൽ ഈ ലോകത്തും പരലോകത്തും നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നു. ഇമാം അബ്ദുൽ വഹാബി ഷഅറാനി റളിയല്ലാഹു അൻഹു ലവാഹിഹുൽ അൻവാർ എന്ന കിതാബിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുന്നതിന്റെ ഗുണം മൊത്തത്തിൽ ഞാൻ പറയാം. ആത്മാർത്ഥമായ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിനക്കുണ്ടാകാനും അതുവഴി നിന്റെ അധിക സമയവും അവിടുത്തെ മേൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ അയാള് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വലാത്ത് ചൊല്ലിയത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏടിലേക്ക് നൽകുക വഴി വലിയ പുണ്യം കരസ്ഥമാക്കിയതുപോലെ നിനക്ക് സാധിക്കും. നിന്റെ ഐഹികവും പാരത്രികവുമായ മാനസിക വിഷമം തട്ടപ്പെട്ടു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അവസരം ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് പ്രത്യേകം ഓർക്കുക. സ്വലാത്തിന്റെ പ്രധാന ഗുണങ്ങൾ: അല്ലാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയവരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലും. അല്ലാഹു പാപം പൊറുക്കുകയും മലക്കുകൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പാപം പൊറുക്കലും അമലുകളെ ശുദ്ധീകരിക്കലും പദവി ഉയർത്തലും ഉണ്ടാകും. സ്വലാത്ത് ചൊല്ലിയവർക്ക് പാപം പൊറുക്കാൻ ആവശ്യപ്പെടലും ഉണ്ടാകും. ഉഹുദ് മല പോലുള്ള പ്രതിഫലം രേഖപ്പെടുത്തി വെക്കും. ചൊല്ലുന്ന സ്വലാത്ത് മുഴുവനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നബിയുടെ പേരിൽ ഹദിയ ചെയ്താൽ ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും കാര്യം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കും. അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ദോഷം മായ്ക്കുന്ന കാര്യം ഭയാനകാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷ്യം വഹിക്കലും ശുപാർശയും പരലോകത്ത് ലഭിക്കും. അള്ളാഹുവിന്റെ തൃപ്തിയും അനുഗ്രഹവും ലഭിക്കുകയും അവന്റെ കോപത്തിൽ നിന്ന് അഭയം കിട്ടുന്നതോടൊപ്പം അർശിന്റെ തണല് ലഭ്യമാവുകയും ചെയ്യും. പരലോകത്ത് നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ നന്മക്ക് മുൻതൂക്കം ലഭിക്കും. ഹൗലുൽ കൗസറിന്റെ അടുക്കൽ എത്തുകയും അത് കുടിക്കുന്നതിനാൽ പിന്നീട് ദാഹം തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. നരകത്തിൽ നിന്ന് മോചനവും മിന്നൽ പിണർ വേഗത്തിൽ പാലം വിട്ടുകടക്കുകയും ചെയ്യും. മരണത്തിന് മുമ്പ് സ്വർഗത്തിലെ ഇരിപ്പിടം ദർശിക്കാൻ കഴിയും. സ്വർഗത്തിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകും. ഉന്നത പദവിയും ലഭിക്കും. 20-ലധികം യുദ്ധത്തിൽ സംബന്ധിച്ച പ്രതിഫലം ഉണ്ടാകും. പരിശുദ്ധിയും ബറക്കത്തോടെ സ്വത്തും വളർത്തും. ഇതൊക്കെ സ്വലാത്ത് ചൊല്ലിയാലുള്ള ഗുണങ്ങളാണ് പറയുന്നത്. ഒരു സ്വലാത്ത് കൊണ്ട് 100ഉം അതിലധികവും ആവശ്യങ്ങൾ ഓരോരുത്തർക്കും പൂർത്തീകരിക്കപ്പെടും. സ്വലാത്ത് ചൊല്ലൽ സുന്നിയാണെന്നതിന് തെളിവാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന കാലത്തോളം മലക്കുകൾ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും. സ്വലാത്ത് സദസ്സുകളെ ഭംഗിയാക്കുകയും ദാരിദ്ര്യവും ഇടുക്ക ജീവിതവും ഇല്ലാതാക്കുകയും ചെയ്യും. സ്വലാത്ത് കൊണ്ട് ഗുണത്തിന്റെ വഴി തേടപ്പെടും. സ്വലാത്ത് അല്ലാഹുവിലേക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മനുഷ്യനെ അടുപ്പിക്കും. ഖബർ, മഹ്ശറ, സിയാറത്ത് എന്നിവിടങ്ങളിൽ ഇത് പ്രകാശം നൽകും. ശത്രുക്കൾക്കെതിരെ സഹായം ലഭിക്കുന്നതും ഹൃദയത്തെ കാഠിന്യം എന്നിവയിൽ നിന്നും ശുദ്ധി വരുത്തുന്നതുമാകുന്നു. സ്വലാത്തുകാരനെ മുഅ്മിനീങ്ങൾ സ്നേഹിക്കും. ഇത്തരക്കാരെ വ്യക്തമായ മുനാഫിക്കുകളല്ലാതെ വെറുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണും. കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ നബിയെ ഉണർച്ചയിലും തന്നെ കാണും. സ്വലാത്ത് ചൊല്ലുന്നവനെ പരദൂഷണം പറയൽ കുറവായിരിക്കും.
ഇത് സ്വലാത്തിന്റെ ഏറ്റവും മഹത്വങ്ങളാണ്. ഈ ലോകത്തും പരലോകത്തും ഏറ്റവും ഉപകാരമുള്ളതും അനുഗ്രഹമുള്ളതുമായ ഇബാദത്തുകളാണത്രേ സ്വലാത്ത്. ഈ കാര്യം കൊണ്ട് ഖിളർ അലൈഹിസ്സലാം എന്നോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. രാവിലെ സുബഹിക്ക് ശേഷം സൂര്യോദയം വരെ സ്വലാത്ത് ചൊല്ലാനും ശേഷം ദിക്റുകൾ അല്പനേരം ചൊല്ലാനും അവർ എന്നോട് ഉപദേശിച്ചു. ഞാനത് അനുസരിച്ച് അത് കാരണം എനിക്കും എന്റെ കൂട്ടുകാർക്കും ഇഹപര ഗുണമുണ്ടായി. ഭക്ഷണം എളുപ്പമാക്കപ്പെടുകയും ചെയ്തു. എത്രത്തോളം എന്നാൽ ഈജിപ്ത് നിവാസികൾ മുഴുവനും എന്റെ കുടുംബക്കാരായിരുന്നുവെങ്കിൽ ഒരു വിഷമവും എനിക്ക് വരാത്തത്ര അനുഗ്രഹമുണ്ടായി. അപ്പോ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.